ശബരിമല സന്നിധാനത്ത് SITയുടെ പരിശോധന ഇന്നും തുടരും. ഇന്നലെ രാവിലെ തുടങ്ങിയ പരിശോധന രാത്രി 11 മണിയോടെയാണ് അവസാനിച്ചത്. സ്ട്രോങ് റൂം തുറന്നും കൊടിമരത്തിന് സമീപവും വിശദമായ പരിശോധന നടത്തി. പത്തനംതിട്ടയിൽ നിന്ന് ഷിജു കുര്യൻ തത്സമയം ചേരുന്നു. ഷിജോ, ഗുഡ് മോർണിംഗ്, പറയൂ. SKN ഗുഡ് മോർണിംഗ്. ഇന്നലെ മണിക്കൂറുകൾ നീണ്ട ഒരു പരിശോധനയാണ് SIT സംഘം സന്നിധാനത്ത് നടത്തിയത്. രാവിലെ 11:00 SP ശശിധരൻ അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ സംഘം സന്നിധാനത്ത് വന്നത്. രാത്രി 11 മണിവരെയും വളരെ വിശദമായിട്ടുള്ള പരിശോധന സന്നിധാനത്ത് SITയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഈ പരിശോധനയിൽ പ്രധാനമായിട്ട് പരിശോധിച്ചത് സ്വർണ്ണപ്പാളികളുടെ അളവും തൂക്കവും സംബന്ധിച്ചുള്ള പരിശോധന. കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ഒരു പരിശോധനയാണ് നടന്നതെന്നുള്ള വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. സ്ട്രോങ് റൂം തുറന്നുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന സ്വർണ്ണപ്പാളികളുടെ കൃത്യമായിട്ടുള്ള അളവും തൂക്കവും മാറ്റും പരിശോധിച്ചു. അതോടൊപ്പം തന്നെ അഷ്ടദിക്പാലക വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ ഉണ്ടായി. ആ വിഗ്രഹങ്ങളിനകത്ത് സ്വർണ്ണത്തിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള കുറവുകളോ അല്ലെങ്കിൽ അത് ഇളക്കി മാറ്റിയിട്ടുണ്ടോ എന്നടക്കമുള്ള പരിശോധനകൾ ഉണ്ടായി. അതുപോലെ തന്നെ ഈ പറയുന്ന കൊടിമരം നിന്ന പഞ്ചവർഗ തറയിലടക്കമുള്ള ഒരു വിശദമായിട്ടുള്ള പരിശോധന. ഇതിനകത്ത് എടുത്തു കാണേണ്ടത് വാതിൽ പാളികൾ അവിടെയുണ്ട്. പക്ഷേ ശ്രീകോവിലിന് സമീപത്തു നിന്നുണ്ടായിരുന്ന വിഗ്രഹങ്ങളിൽ നിന്ന് കട്ടിളപ്പാളികളിൽ നിന്ന് സ്വർണം വിലക്കി മാറ്റിയോ പൂർണ്ണമായിട്ട് സ്വർണം വിലക്കി മാറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി അറിയേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ സ്ട്രോങ് റൂമിൽ ഇരിക്കുന്ന കട്ടിളപ്പാളികളിലെ സ്വർണവും അതുപോലെ തന്നെ ഈ പറയുന്ന അഷ്ടദിക്പാലക വിഗ്രഹങ്ങളിലെ സ്വർണ്ണപ്പാളികളും എന്തെങ്കിലും തരത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാൻ വേണ്ടി കൂടിയായിരുന്നു പരിശോധന. എന്തായാലും ഇന്നും പരിശോധന തുടരും എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് SITയിൽ നിന്ന് തന്നെ ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ മണിക്കൂറുകൾ നീണ്ട പരിശോധനയായിരുന്നുവെങ്കിൽ പോലും രാത്രിയോടുകൂടി SP ശശിധരൻ സന്നിധാനത്ത് നിന്ന് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് രാവിലെ അദ്ദേഹം വീണ്ടും സന്നിധാനത്തേക്ക് എത്തുമെന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. എന്തായാലും നാളെ കൂടിയാണ് സന്നിധാനത്ത് SIT പരിശോധന നടത്തുക. പരമാവധി വിവരങ്ങൾ ഈ ദിവസങ്ങളിൽ ശേഖരിക്കുക എന്നുള്ളതാണ് SITക്ക് മുമ്പിലുള്ള ദൗത്യം. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.